എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഞാൻ ഏത് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈമിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത്. ഡെസേർട്ട് എനർജിയുടെ ജനറൽ പർപ്പസ് ആയിട്ടുള്ള, അതായത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് 1 ടേബിൾ സ്പൂൺ 3 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതാണ് എൻ്റെ അടുത്തുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്. ഇതിൽ ഔട്ട്ഡോർ പ്ലാന്റും ഉണ്ട് കേട്ടോ. തുളസി ഉണ്ട്. തുളസി നമുക്കറിയാം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കളക്ഷൻസ് വരുന്നത്. ഇതിൽ എഗ്ലോണിമ, അതുപോലെ ചൈനീസ് ബ്ലോസം, ചീസ് സ്വിസ് പ്ലാന്റ്, ഇതൊക്കെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അധികം കെയർ ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടികളാണ്. നമ്മൾ ഏത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ ജസ്റ്റ് ആ സോയിലിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നമ്മൾ വാട്ടറിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചെടിയുടെ പേരാണ് ചൈനീസ് എവർഗ്രീൻ. ഞാൻ ഫസ്റ്റ് UAE വന്നിട്ട് ഫസ്റ്റ് വാങ്ങിയ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ചൈനീസ് എവർഗ്രീൻ. ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അധികം കെയറും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ തുളസി നമുക്കറിയാം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന അത്രയും നന്നായിട്ട് വളരും. അതാണ് തുളസിയുടെ ഒരു പ്രത്യേകത. ഞാൻ മാക്സിമം മോർണിംഗ് സൺലൈറ്റിൽ തുളസി വെക്കാറുണ്ട്. പിന്നെ സീ പ്ലാന്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ സ്വിസ് ചീസ് പ്ലാന്റ്, ഇത് വാട്ടറിലായാലും സോയിലായാലും നന്നായിട്ട് ഗ്രോ ചെയ്യണതാണ്. അധികം കെയറിങ്ങും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സൺലൈറ്റ് എല്ലാ ചെടിക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കുറച്ചെങ്കിലും ഒരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് കുറച്ചും കൂടി നന്നായിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലുള്ള എല്ലാ ഇൻഡോർ പ്ലാന്റ്സുകളും നമ്മൾ ഡെയിലി നനയ്ക്കണം എന്നില്ല കേട്ടോ. ചില പ്ലാന്റ്സുകൾ നമ്മൾ ഒരു 3-4 ദിവസം കൂടുമ്പോൾ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അത് ആ ഒരു ഈർപ്പം നിൽക്കും. ഇപ്പോൾ പോത്തോസ് പ്ലാന്റ് ആണെങ്കിലും അധികം വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.